നമസ്കാരം. തഞ്ചാവൂർ കുംഭകോണം റൂട്ടിലുള്ള നവഗ്രഹ ക്ഷേത്രങ്ങൾ പോലെ രോമസ മഹർഷിയാൽ താമരപരണി ആറ്റിൻകരയിൽ പ്രതിഷ്ഠ ചെയ്യപ്പെട്ട നവഗ്രഹങ്ങൾക്കായുള്ള 9 ശിവക്ഷേത്രങ്ങളാണ് നവകൈലാസ ക്ഷേത്രങ്ങൾ. അതേപോലെ തിരുച്ചെന്തൂർ തിരുനെൽവേലി റൂട്ടിൽ താമരപരണി ആറ്റിന്റെ വടകരയിലും തെൻകരയിലുമായി സ്ഥിതി ചെയ്യുന്ന നവഗ്രഹങ്ങൾക്കായുള്ള 9 വിഷ്ണു ക്ഷേത്രങ്ങളാണ് നവതിരുപ്പതികൾ. നവതിരുപ്പതികളിൽ രണ്ടാമത്തേതായ ചന്ദ്രന് അർപ്പിക്കപ്പെട്ട ക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം തിരുവരഗുണമങ്കെ വിജയാസന പെരുമാൾ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തൂത്തുക്കുടി ജില്ലയിൽ പുരാണങ്ങളിൽ തിരുവരഗുണമങ്കെ എന്നറിയപ്പെട്ടിരുന്ന ഇപ്പോഴത്തെ നത്തം എന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ഭഗവാൻ ശ്രീമൻ മഹാവിഷ്ണു, വിജയാസന പെരുമാൾ, പരമപദനാഥർ എന്നീ നാമങ്ങളിൽ വരഗുണവല്ലി, വരഗുണമങ്കെ തായാർ സമേതനായി അനുഗ്രഹം ചൊരിയുന്നു. ഭഗവാന്റെ ഉത്സവമൂർത്തി എം ഇടർ കടിവാൻ എന്ന വ്യത്യാസനാമത്തോടെ ഭൂദേവി ശ്രീദേവി സമേതനായി നിലകൊള്ളുന്നു. ഈ മോക്ഷക്ഷേത്രത്തിന് നത്തംകോവിൽ എന്നും നാമമുണ്ട്. 108 വൈഷ്ണവ തിരുപ്പതികൾ അഥവാ 108 ദിവ്യദേശങ്ങൾ എന്നറിയപ്പെടുന്ന പ്രശസ്ത വിഷ്ണു ക്ഷേത്രങ്ങളിൽ 55-ാമത്തേതാണ് ഈ ക്ഷേത്രം. പ്രശസ്ത വിഷ്ണുഭക്തരായ 12 ആഴ്വാർകളിൽ നമ്മാഴ്വാർ ഇവിടത്തെ ഭഗവാന് മംഗളാശാസനം പാടിയിരിക്കുന്നു. നവഗ്രഹങ്ങളിൽ ചന്ദ്രന് അർപ്പിക്കപ്പെട്ടതും നവതിരുപ്പതികളിൽ രണ്ടാമത്തെ സ്ഥലവുമാണ് ഈ ക്ഷേത്രമെങ്കിലും നവതിരുപ്പതികളിൽ നവഗ്രഹ പ്രതിഷ്ഠകളില്ല. പെരുമാൾ തന്നെയാണ് ഇവിടെ ചന്ദ്രന്റെ ആധിപത്യവും വഹിക്കുന്നത്. ജാതകത്തിൽ ചന്ദ്രദോഷമുള്ളവർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് ഉത്തമം. 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലുമായി ദിവ്യകവി പിള്ളൈപ്പെരുമാൾ അയ്യങ്കാരുടെ 108 തിരുപ്പതി അന്താതി പോലെയുള്ള പല പുസ്തകങ്ങളിൽ ഈ കോവിലിനെ പറ്റി പരാമർശമുണ്ട്. നവതിരുപ്പതികളിൽ ആദ്യത്തേതും സൂര്യന് അർപ്പിക്കപ്പെട്ടതുമായ ശ്രീ വൈകുണ്ഠനാഥ പെരുമാൾ ക്ഷേത്രത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ പലതാണ്. യുഗങ്ങൾക്ക് മുമ്പ് രോമസ മഹർഷി തന്റെ ശിഷ്യൻ സത്യവാനോടൊപ്പം ഈ പ്രദേശത്ത് വന്നു. അപ്പോൾ സത്യവാൻ ഇവിടെയുള്ള അകനാശ തീർത്ഥത്തിൽ നീരാടിക്കൊണ്ടിരുന്നു. ഈ സമയം തീർത്ഥത്തിന്റെ മറുകരയിൽ ഒരു മുക്കുവൻ വലവീശി മീനുകളെ പിടിച്ച് കരയിൽ ഉലർത്തിക്കൊണ്ടിരുന്നു. ഇത് കണ്ട സത്യവാൻ മുക്കുവന്റെ പ്രവൃത്തികളെ കൊടും പാപമായി കരുതി ഇങ്ങനെ മനസാക്ഷിയില്ലാതെ ജീവനുകളെ കൊല്ലുന്ന ഇവന് നരകത്തിൽ തന്നെ ഇടം എന്ന് മനസ്സിൽ ഉറപ്പിച്ചു. അപ്പോൾ വീണ്ടും മീൻ പിടിക്കാനായി വലവീശിയ മുക്കുവനെ പിന്നിൽ നിന്നും ഒരു വിഷപ്പാമ്പ് തീണ്ടി തൽക്ഷണം അയാൾ അവിടെ തന്നെ മരിച്ചു വീണു. മുക്കുവൻ മരിച്ച് ചില നിമിഷങ്ങൾക്കുള്ളിൽ മേൽലോകത്തു നിന്ന് വന്ന ഒരു സ്വർണ്ണ വിമാനം മുക്കുവനെ കയറ്റിക്കൊണ്ട് സ്വർഗലോകത്തേക്ക് പോയി. ഇത് കണ്ട് സംശയത്തോടെയും ആശ്ചര്യത്തോടെയും സത്യവാൻ ഉടനടി കരയ്ക്ക് കയറി താൻ കണ്ട സംഭവങ്ങൾ ഒന്നുവിടാതെ രോമസ മഹർഷിയോട് പറഞ്ഞു. ഇങ്ങനെ മനസാക്ഷിയില്ലാതെ മീനുകളെ കൊന്ന ഒരുത്തന് എങ്ങനെ സ്വർഗം സാധ്യമാകും എന്ന് രോമസ മഹർഷിയോട് സംശയം ഉന്നയിച്ചു. രോമസ മഹർഷി ജ്ഞാനദൃഷ്ടിയാൽ കാര്യങ്ങൾ മനസ്സിലാക്കി സത്യവാനോട് ഇങ്ങനെ പറഞ്ഞു. ഈ ജന്മത്തിൽ മുക്കുവനായി പിറന്ന ഇയാൾ കഴിഞ്ഞ ജന്മത്തിൽ വിദർഭ ഭരിച്ചിരുന്ന വിശ്വസഖ എന്ന രാജാവായിരുന്നു. ധർമ്മവഴിയിൽ അയാൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിലും ചില മോശമായ കൂട്ടുകെട്ടിൽപ്പെട്ട് ചില അന്യായങ്ങളും ചെയ്തതിനാലാണ് ഈ ജന്മത്തിൽ അയാൾ മുക്കുവനായി പിറന്നത്. ഈ ജന്മത്തിൽ അന്നന്നത്തെ ആഹാരത്തിനായി ചില മോശം കാര്യങ്ങൾ ചെയ്തെങ്കിലും കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പല നല്ല കാര്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹം വരഗുണമങ്കയിൽ പിറന്ന് മുക്തിയടഞ്ഞത്. ഈ സ്ഥലത്ത് ജനിച്ച് മരിച്ചാൽ മോക്ഷം എന്ന പെരുമയും വരഗുണമങ്കയ്ക്കുണ്ട് എന്ന് രോമസ മഹർഷി പറഞ്ഞു നിർത്തി. മറ്റൊരൈതിഹ്യം. മുമ്പുകാലത്ത് രേവാനദിക്കരയിൽ പുണ്യഘോഷം എന്ന അഗ്രഹാരത്തിൽ വേദവിത്ത് എന്ന ബ്രാഹ്മണൻ ജീവിച്ചു വന്നിരുന്നു. മാതാപിതാ ഗുരു എന്നിവർക്ക് ചെയ്യേണ്ട കടമകൾ അത്രയും ചെയ്ത ശേഷം അദ്ദേഹം ആസനദൈ എന്ന മന്ത്രം ഉച്ചരിച്ച് ശ്രീമൻ മഹാവിഷ്ണുവിനെ തപസ് ചെയ്യാൻ തീരുമാനിച്ചു. ആ സമയം ഭഗവാൻ ഒരു വൃദ്ധന്റെ വേഷത്തിൽ വേദവിത്തിനെ തേടിയെത്തി സഖ്യം മഹേന്ദ്രം എന്ന 2 മലകൾക്കിടയിലുള്ള തിരുവരഗുണമങ്കെ എന്ന സ്ഥലത്ത് ചെന്ന് ആസനദൈ മന്ത്രത്തെ ഉച്ചരിച്ച് തപം ചെയ്യാൻ നിർദ്ദേശിച്ചു. വേദവിത്തും അപ്രകാരം തിരുവരഗുണമങ്കയിലെത്തി ഭഗവാനെ നോക്കി കടും തപസ് അനുഷ്ഠിച്ചു. ഭഗവാൻ വേദവിത്തിന് ദർശനം കൊടുത്ത് എന്ത് വരം വേണമെന്ന് ചോദിച്ചപ്പോൾ ഭഗവാന്റെ തിരുവടികളിൽ ശരണം പ്രാപിക്കുക എന്നതല്ലാതെ തനിക്ക് വേറൊന്നും വേണ്ടെന്ന് വേദവിത്ത് പറഞ്ഞു. ഭഗവാൻ വേദവിത്തിന് മുക്തി അരുളി എന്നാണ് കഥ. ഇവിടെ മുറപ്രകാരം പ്രാർത്ഥിച്ചാൽ മുക്തി നിശ്ചയം എന്ന് പൊരുൾ. അഗ്നിദേവന് ശാപമോചനം കിട്ടിയ സ്ഥലവും ശ്രീ വരഗുണമങ്കയാണ്. യുഗങ്ങൾക്ക് മുമ്പ് ദേവന്മാർക്കും അസുരന്മാർക്കുമിടയിൽ ഒരു വലിയ യുദ്ധം നടന്നു. അഗ്നിദേവനും ദേവന്മാരോടൊപ്പം ചേർന്ന് പല അസുരന്മാരെയും നശിപ്പിച്ചു. അപ്പോൾ താരകൻ, കമലാക്ഷൻ, കാലദംഷ്ട്രൻ, പരാശു, വിരോചനൻ മുതലായ അസുരന്മാർ ദേവന്മാരെ ഭയന്ന് കടലിനുള്ളിൽ ഒളിച്ചു. പക്ഷെ തരം കിട്ടുമ്പോഴൊക്കെ പുറത്തു വന്ന് ദേവന്മാരെ ഉപദ്രവിച്ച് വീണ്ടും സമുദ്രത്തിൽ ഒളിച്ചു. അതിനാൽ കുപിതനായ ദേവേന്ദ്രൻ അഗ്നിദേവനെ വിളിച്ച് സമുദ്രം വറ്റിക്കാൻ ഉത്തരവിട്ടു. സമുദ്രത്തിൽ അനേക ലക്ഷം ജീവജാലങ്ങൾ വാഴുന്നതിനാൽ സമുദ്രം വറ്റിക്കുന്നത് നീതിയല്ല എന്ന് അഗ്നിദേവൻ താഴ്മയായി ദേവേന്ദ്രനോട് പറഞ്ഞു. അതോടെ അഗ്നിദേവനെ ഭൂമിയിൽ മനുഷ്യനായി പിറക്കട്ടെ എന്ന് ദേവേന്ദ്രൻ ശപിച്ചു. തിരുവരഗുണമങ്കെ പ്രദേശത്ത് മനുഷ്യരൂപത്തിൽ പിറവിയെടുത്ത അഗ്നിദേവൻ പെരുമാളുടെ ഭക്തനായി ഇവിടെ അഗ്നിതീർത്ഥം സൃഷ്ടിച്ച് അതിൽ നീരാടി ദിനവും വിജയാസന പെരുമാളെ പൂജിച്ചു. അഗ്നിദേവന്റെ പൂജയിൽ സംപ്രീതനായ പെരുമാൾ അഗ്നിദേവന് ശാപവിമോചനം അരുളി എന്നാണ് കഥ. മറ്റൊരു ഐതിഹ്യം.
തനിക്കാണ് ഏറ്റവും കൂടുതൽ ആയുസ് എന്ന ചിന്തയിൽ ബ്രഹ്മദേവന് സ്വല്പം ഗർവുണ്ടായി. ബ്രഹ്മദേവന്റെ ഈ ഗർവ് വേരോടെ പിഴുതെടുക്കണമെന്ന് ശ്രീമൻ നാരായണനും വിചാരിച്ചു. ഈ ഭൂമിയിൽ കൃഷ്ണപക്ഷം എന്നത് മനുഷ്യരുടെ 15 നാൾ, ഇത് ദേവലോകത്തിൽ ഒരു രാത്രി. അതേപോലെ ഭൂമിയിൽ ശുക്ലപക്ഷം എന്നതും 15 നാൾ, ഇത് ദേവലോകത്തിലെ ഒരു പകൽ. ഇങ്ങനെയുള്ള 360 ദിവസം ചേർന്നതാണ് ദേവന്മാരുടെ ഒരു വർഷം. ഇപ്രകാരം 12,000 ദേവവർഷങ്ങൾ ചേർന്നത് ഒരു ചതുർയുഗം. കൃതയുഗം എന്ന സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നിങ്ങനെ 4 യുഗങ്ങൾ അവസാനിക്കുന്ന കാലം ഒരു ചതുർയുഗം അല്ലെങ്കിൽ മഹായുഗം എന്നാണ് കണക്ക്. ഇത് മനുഷ്യരുടെ ഭൂമിയിലെ വർഷങ്ങളുടെ കണക്ക് പ്രകാരം 43,20,000 ആണ്ടുകൾ. ഇത് 10 ഭാഗമായി പിരിച്ചാൽ 4 ഭാഗം കൃതയുഗകാലം, അതായത് 17,28,000 വർഷം. 3 ഭാഗം ത്രേതായുഗത്തിൻ കാലം, അതായത് 12,96,000 വർഷം. 2 ഭാഗം, അതായത് 8,64,000 വർഷം ദ്വാപരയുഗത്തിൻ കാലം. മിച്ചമുള്ള 1 ഭാഗം 4,32,000 വർഷം കലിയുഗം. 1000 ചതുർയുഗങ്ങൾ ചേർന്നാൽ ബ്രഹ്മദേവന്റെ ഒരു പകൽ. 2000 ചതുർയുഗങ്ങളാണ് ബ്രഹ്മദേവന്റെ ഒരു ദിവസം, അതായത് 8.64 ബില്യൺ വർഷങ്ങൾ. വേറൊരു തരത്തിൽ പറഞ്ഞാൽ 14 മന്വന്തരങ്ങളാണ് ഒരു കൽപ്പം, അതായത് ബ്രഹ്മദേവന്റെ ഒരു ദിവസം. 36,000 കൽപ്പങ്ങളാണ് ബ്രഹ്മദേവന്റെ ആയുഷ്കാലം. ഒരു ബ്രഹ്മാവിന്റെ ആയുഷ്കാലം തീരുമ്പോൾ പ്രളയം ഏർപ്പെട്ട് സൃഷ്ടി നിലയ്ക്കും എന്നാണ് കണക്ക്. ഇതിനാലാണ് ബ്രഹ്മാവിന് തനിക്കാണ് ഏറ്റവും കൂടുതൽ ആയുസ് എന്ന അഹങ്കാരം ഉണ്ടായത്. ഈ സമയത്താണ് ദേഹം മുഴുവനും അധിക രോമമുള്ള രോമസ മഹർഷി തിരുവരഗുണമങ്കെ എന്ന പ്രദേശത്ത് ശ്രീമൻ മഹാവിഷ്ണുവിന്റെ ദർശനത്തിനായി കഠിന തപസ് അനുഷ്ഠിക്കുന്നത്. തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ മഹർഷിക്ക് ദർശനം കൊടുത്ത് ഒരു ബ്രഹ്മന്റെ ആയുഷ്കാലം തീരുമ്പോൾ രോമസ മഹർഷിയുടെ ശരീരത്തിൽ നിന്നും ഒരു രോമം കൊഴിയുമെന്നും അങ്ങനെ രോമസരുടെ ശരീരത്തിലെ എല്ലാ രോമങ്ങളും കൊഴിയുന്നതുവരെ രോമസ മഹർഷിയുടെ ആയുഷ്കാലം നീണ്ടുകൊണ്ടേയിരിക്കും എന്ന വരം കൊടുത്തു. ഇതേപ്പറ്റി ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പരാമർശമുണ്ട്. കാകഭുജന്റെ ഋഷി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആയുസ് രോമസ മഹർഷിക്കായിരിക്കാം. താമ്രഭരണിയാറ്റിന്റെ വടക്ക് കരയിൽ സ്ഥിതി ചെയ്യുന്ന ഏകദേശം 1000 വർഷത്തോളം പഴക്കം കണക്കാക്കപ്പെടുന്ന 5 നില രാജഗോപുരത്തോടെ കിഴക്ക് ദർശനമായി കാണപ്പെടുന്ന തിരുവരഗുണമങ്കെ വിജയാസന പെരുമാൾ ക്ഷേത്രത്തിന്റെ രാജഗോപുരം കടന്ന് അകത്തെത്തിയാൽ കൊടിമരം ബലിപീഠം, എതിരിൽ ഗരുഡാഴ്വാർ സന്നിധി, മുൻവശത്ത് യോഗ നരസിംഹർ സന്നിധിയും നന്ദവനവും. യോഗ നരസിംഹർക്ക് പ്രദോഷവേളയിൽ ചെവ്വരളി പൂമാല ചാർത്തി പ്രാർത്ഥിക്കുന്നത് ആഗ്രഹസിദ്ധിക്ക് ഉത്തമം. ഈ മോക്ഷക്ഷേത്രത്തിന്റെ പ്രധാന കരുവറയിൽ മൂലവർ വിജയകോടി വിമാനത്തിന് കീഴിൽ ആദിശേഷൻ കുടപിടിക്കെ ശംഖുചക്രം കൈകളിൽ ഏന്തിയപടി അഭയവരദ മുദ്രയോടെ വിജയാസനത്തിൽ കിഴക്ക് ദർശനമായി ഇരുവശത്തും ഭാര്യമാരോടൊപ്പം വിജയാസന പെരുമാൾ, പരമപദനാഥർ എന്നീ നാമങ്ങളോടെ ഭഗവാന്റെ ഇരിക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. പ്രത്യക്ഷം രോമസ മഹർഷി, വേദവിത്ത് അഗ്നിദേവൻ. ശ്രീദേവി നാച്ചിയാർ ശ്രീവരഗുണമങ്കത്തായാരായി ഭഗവാന്റെ വലതുവശത്തും ഭൂദേവി നാച്ചിയാർ ശ്രീവരഗുണവല്ലിത്തായാരായി ഇരുകൈകളോടെ ഭഗവാന്റെ ഇടതുവശത്തും ഇരിക്കുന്നു. അതിനാൽ തന്നെ 2 ദേവിമാർക്കും ക്ഷേത്രത്തിൽ പ്രത്യേകം സന്നിധിയില്ല. ക്ഷേത്രത്തിൽ ഭഗവാനെ പ്രദക്ഷിണം ചെയ്യാൻ സൗകര്യമുണ്ട്. അത്രയ്ക്ക് വലുതല്ലെങ്കിലും മനോഹരമായ ക്ഷേത്രമാണിത്. ഉത്സവമൂർത്തി എം ഇടർക്കടിവാൻ ഭൂദേവി ശ്രീദേവി സമേതനായി നിലകൊള്ളുന്നു. ഭക്തരുടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും മാറ്റുന്ന ഈശ്വരൻ എന്നതാണ് ഈ പ്രത്യേക നാമത്തിന്റെ അർത്ഥം. ക്ഷേത്രവൃക്ഷം വിളാമരം. ക്ഷേത്രതീർത്ഥം അകനാശതീർത്ഥം, ദേവപുഷ്കരണി, അഗ്നിതീർത്ഥം, താമ്രഭരണി. 3 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. ചിത്തിര തിരുവിഴ, ആടിമാസ ആദ്യ ദിനം, ആടി 18, പുരട്ടാസി ശനിയാഴ്ചകൾ, ദീപാവലി, ഐപ്പശി തെപ്പ ഉത്സവം, തൃക്കാർത്തിക, വൈകുണ്ഠ ഏകാദശി, മാസി 11 നാൾ ബ്രഹ്മോത്സവം, പങ്കുനി ഉത്രം എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങൾ. പൂജാ സമയം രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 4:30 മണി മുതൽ 6 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ ശ്രീവൈകുണ്ഠത്ത് നിന്ന് 2 കിലോമീറ്റർ, തിരുനെൽവേലിയിൽ നിന്ന് 30 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ശ്രീവൈകുണ്ഠം, തിരുനെൽവേലി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.